പറയാതെ വേണു വിഡ്ഢിത്തരം പറയാതെ വിഡ്ഢിത്തമാണെങ്കിൽ അങ്ങനെ തിരുത്തിക്കോളൂ. ബിനോയ് കോടിയേരി ബോംബെ കോടതിയിൽ പോയി 80 ലക്ഷം കൊടുത്ത് സെറ്റിൽമെന്റിലേക്ക് പോയത് എന്തിന്? നിങ്ങൾ കേൾക്കൂ, ഒരു കാര്യം ഞാൻ പറയാം. ഒരു ചർച്ചയ്ക്ക് വിളിച്ചാലും മര്യാദ കാണിക്കണം. നമുക്ക് ചോദിച്ചും പറഞ്ഞും പോകാമെന്നേ, അതാണ് അതിലെ മര്യാദ. ചോദിച്ചും പറഞ്ഞും പോകാം, അതാണ് ചർച്ചയിലെ മര്യാദ. കാര്യമില്ല. നിങ്ങളോട് ചോദിക്കാനും പറയാനുള്ള വ്യക്തത, അതിനുള്ള മാന്യത നിങ്ങൾക്കാർക്കും ഇല്ല. നിങ്ങൾക്കില്ല അതിനുള്ള മാന്യത. ചോദിച്ചും പറഞ്ഞു പോകാൻ തുല്യര് തമ്മിൽ വർത്താനം പറയുക. നിങ്ങൾ ഞങ്ങൾക്കെതിരെ നുണ പറയാൻ വേണ്ടി ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ വർഗീയതയൊക്കെ കെട്ടിയെഴുന്നേൽക്കുന്നൊരു ചാനൽ ഇടയ്ക്ക് ഇങ്ങനൊരു പരിപാടി വെക്കും. ഞങ്ങളുടെ പാർട്ടിയെ തെറി പറയാൻ കുറെ പേരെ കൊണ്ടിരുത്തും. ഞാൻ ഈ പറയുന്ന കൊണ്ട് പിടിക്കപ്പാ ശ്രീ അനിൽകുമാർ, നമുക്ക് ബാക്കി പിടിക്കാവുന്നേ. ഈ 2 ദിവസമായിട്ട് വെളിവില്ല നടന്ന കാര്യം. ഞാൻ പറയട്ടെ, എന്റെ പാർട്ടിയുടെ എന്റെ ചോദ്യം അല്ല സാർ, അല്ല അങ്ങ് അക്ഷമ കാണിക്കരുത്. അങ്ങ് നല്ലൊരു അതിഥിയാണല്ലോ, അങ്ങ് നന്നായി മറുപടികൾ പറയുന്ന ഒരു അതിഥിയാണല്ലോ. വിജേഷ് പിള്ളയുടെ കാര്യത്തിൽ നാം കണ്ട, സ്വപ്ന സുരേഷിന്റെ കാര്യത്തിൽ നാം കണ്ട ആ എം വി ഗോവിന്ദൻ, അതാണ് ചോദ്യം. ശരി, നിങ്ങൾ ഓൾറെഡി വിളമ്പിക്കഴിഞ്ഞത്, നിങ്ങളിത് ഓൾറെഡി ഇവിടെ വിളമ്പിക്കഴിഞ്ഞു. ഞാൻ പറയാവുന്നേ, എൻ്റെ പാർട്ടിയുടെ മറുപടി ഞാൻ പറയാവുന്നേ. അതിന് നിങ്ങളെന്തിനാണ് വിഷമിക്കണത്? നിങ്ങളിവിടെ കുറേ കാര്യം പറഞ്ഞല്ലോ. മൗനി ബാബയോ ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ്, ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ്, ആരെ പേടിച്ച് പോകുമെന്ന് പറഞ്ഞ്, ശാന്തത്തിന് പറഞ്ഞാൽ മുട്ടിടിക്കുമോ? നിങ്ങൾ എന്ത് മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത്? ഞാൻ അതുകൊണ്ട് ഒന്നൊന്നായിട്ട് മറുപടി പറയാം. ഒന്നാമത്തെ കാര്യം, CPIM BBക്ക് പരാതി കിട്ടിയിട്ടില്ല. CPM BBന്ന് പരാതി ചോർന്നിട്ടില്ല. CPM BBന്ന് പരാതി ചോർന്നിട്ടില്ലെങ്കിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ പരാതി ചോർത്തിയെന്ന് ഇന്നലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയത് കള്ളം. ഞാൻ ഈ ചർച്ചയെ വേണുവിനെ വെല്ലുവിളിക്കുന്നു. CPMന് പരാതി കിട്ടിയിട്ടില്ല അഡ്രസ് ചെയ്തൊരു പരാതി കാണിക്കാൻ വേണു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകനെ ഞാൻ വെല്ലുവിളിക്കുന്നു. CPM PBക്ക് പരാതി കിട്ടിയിട്ടില്ല വെല്ലുവിളിക്കുന്നു. CPM PBക്ക് പരാതി കിട്ടിയിട്ടില്ല ആരെങ്കിലും ഉണ്ടോ? അല്ല, ഒരു സെക്കൻഡ് സാർ. CPM PBക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ആദ്യം പിടിക്ക്. അല്ല, അങ്ങനെയാണോ അങ്ങ് പറയുന്നത്? അതാണോ അങ്ങ് പറയുന്നത്? കിട്ടിയിട്ടില്ല. എന്നാ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്ന് കോടിയേരി, അല്ല ഇന്ന് MV ഗോവിന്ദന്റെ, ഒരു സെക്കൻഡ് സാർ, അല്ല അങ്ങ് വെല്ലുവിളിച്ചിരിക്കുകയല്ലേ.